Hello all, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് കാലിഗ്രഫീൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടാണ്. ഏതൊരു പേഴ്സണും ഇംഗ്ലീഷ് കാലിഗ്രഫി എഴുതാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് ആയിട്ടാണ്. സോ ബേസിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. As we all know that English calligraphy two types ആണ്, modern and traditional. Traditional calligraphy ഈ കുറേ ഇയേഴ്സ് ആയിട്ട് നിലവിലുള്ള ഒരു കാലിഗ്രഫിയാണ്. മാത്രമല്ല അതിന് അതിൻ്റേതായ റൂൾസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ കാലിഗ്രഫിനെ കുറിച്ചാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇംഗ്ലീഷ് കാലിഗ്രഫി ഒരു സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര തിരക്കിടാതെ സ്ലോയിൽ തന്നെ നമ്മൾ കാലിഗ്രഫി എഴുതാൻ ശ്രദ്ധിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴും സ്ലോയിൽ തന്നെ ആയിട്ട് എഴുതുക. ഫസ്റ്റ് ഓഫ് ഓൾ അബ്സ്ട്രോക്സ്. അബ്സ്ട്രോക്സ് എന്ന് പറയുന്നത് നമ്മുടെ പെന്നിൻ്റെ മോഷൻ എപ്പോഴാണ് അപ്വേർഡ്സിലേക്ക് പോകുന്നത്, അതാണ് അബ്സ്ട്രോക്സ്. അബ്സ്ട്രോക്സ് എപ്പോഴും കാലിഗ്രഫിയിൽ തിന്നായിരിക്കും. മാത്രമല്ല വാട്ടർ കളർ ബ്രഷ് യൂസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാതെ എഴുതിയാൽ നമുക്ക് തിൻ ലൈൻസ് കിട്ടും. നെക്സ്റ്റ് ഇസ് ഡൗൺ സ്ട്രോക്സ്. ഡൗൺ സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്നിൻ്റെ മോഷൻ എപ്പോഴാണോ ഡൗൺവേർഡ്സിലേക്ക് പോകുന്നത്, അതാണ് ഡൗൺ സ്ട്രോക്സ്. ഡൗൺ സ്ട്രോക്സ് എപ്പോഴും കാലിഗ്രഫിയിൽ തിക്കായിരിക്കും. അത് ബ്രഷ് യൂസ് ചെയ്ത് എഴുതുന്ന കേസിലാണെങ്കിൽ നമ്മൾ പ്രഷർ നല്ലോണം അപ്ലൈ ചെയ്താൽ നമുക്ക് തിക്ക് ലൈൻസ് തന്നാലെ തന്നെ രൂപപ്പെടും. പെന്നിൻ്റെ കേസിൽ എഴുതുവാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ജസ്റ്റ് ഡബിൾ ലൈന് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ഡൗൺ സ്ട്രോക്സ് പ്ലസ് അപ്പ് സ്ട്രോക്സ് ആണ് വേവ് ലൈൻസ്. അപ്പോൾ വേവ് ലൈൻസ് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഇത് നമ്മൾ കാലിഗ്രഫി ലെറ്റേഴ്സിൽ എഴുതുന്ന കേസിലാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക. അബ്സ്ട്രോക്സ് ഇങ്ങനെ തന്നെ ചെയ്യുക, അതുപോലെ തന്നെ ഡൗൺ സ്ട്രോക്സും ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ മാത്രം നമുക്ക് കറക്റ്റ് കാലിഗ്രഫി ലെറ്റേഴ്സ് കിട്ടുള്ളൂ. അത് ഫ്രീ സ്റ്റൈലിൽ എഴുതുന്ന കേസിലാണെങ്കിലും അങ്ങനെ തന്നെ. അടുത്തത് വേവ് ലൈൻസ് ആണ്. വേവ് ലൈൻസ് എന്ന് പറയുന്നത് അബ്സ്ട്രോക്സ് പ്ലസ് ഡൗൺ സ്ട്രോക്സ് ആണ്. ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അബ്സ്ട്രോക്സ് പ്ലസ് ഡൗൺ സ്ട്രോക്സ് ആണ് വേവ് ലൈൻസ്. ബിക്കോസ് അബ്സ്ട്രോക്സ് ഇതിൽ വേവ് ലൈൻസിൽ തിന്നും, ഡൗൺ സ്ട്രോക്സ് തിക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാലിഗ്രഫി പഠിക്കുകയും ചെയ്യാം. മാത്രമല്ല ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. ബ്രഷിൻ്റെ കേസിൽ അങ്ങനെ ചെയ്യുക. പിന്നെ പെന്നിൻ്റെ കേസിലാണെങ്കിൽ ഇങ്ങനെ ഡബിൾ ലൈന് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുത്താലും മതി. ഇവിടെ വേവ് ലൈൻസും എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അബ്സ്ട്രോക്സ്, ഡൗൺ സ്ട്രോക്സ് ആൻഡ് വേവ് ലൈൻസ്. ഇത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാലിഗ്രഫി ഈസി ആയിരിക്കും. ഇനി നമുക്ക് പ്ലെയിൻ പേപ്പറിൽ എഴുതാം. എഴുതാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോറിറ്റോൻ്റെ ഫ്ലൈമാക്സ് ജെല്ലാണ്. ജെൽ പെൻസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കാലിഗ്രഫി കാർഡ്സിനൊക്കെ ഇത് മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബ്സ്ട്രോക്സ് ലെറ്റേഴ്സിൽ അബ്സ്ട്രോക്സ് തിന്നും ഡൗൺ സ്ട്രോക്സ് തിക്കുമാക്കി എഴുതാം. ഇതിപ്പോൾ എൻ്റേതായ സ്റ്റൈലിലാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾക്കും നിങ്ങളുടേതായ ഡിസൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഞാനിവിടെ എഴുതിയതൊക്കെ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അബ്സ്ട്രോക്സ് തിന്നും ഡൗൺ സ്ട്രോക്സ് ഞാൻ പറഞ്ഞതുപോലെ അബ്സ്ട്രോക്സും ഡൗൺ സ്ട്രോക്സും വേവ് ലൈൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.